ഹലോ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എയർപോർട്ടിലെത്തുമ്പോൾ ലൈവ് വരാമെന്ന്. എയർപോർട്ടിലെത്തി. സൂറത്ത് എയർപോർട്ടിലാണ് ബാഗേജൊക്കെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഒരു 10-15 മിനിറ്റ് ഉണ്ട് ഗേറ്റ് ഓപ്പൺ ആവാൻ. ഞാനിപ്പോൾ അങ്ങനെ ഇരുന്നപ്പം എൻ്റെ ബാംഗ്ലൂർ വിസിറ്റ്, ഞാൻ കാണാൻ പോകുന്ന ആൾക്കാർ, പിന്നെ എന്തെങ്കിലും ഈ യാത്രനെ പറ്റി പറയാമെന്നുള്ളത്. ഞാനിങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഒരു കോട്ട് എൻ്റെ മനസ്സിൽ വന്നു. നമുക്കെല്ലാവർക്കും സെയിം ഡെസ്റ്റിനേഷൻ ആവാം, പക്ഷെ ഡിഫറെൻറ്റ് ഡെസ്റ്റിനി ആയിരിക്കും എന്നുള്ളൊരു. ഞാനിങ്ങനെ ഇരുന്ന് എയർപോർട്ടിൽ കുറേ നേരമായി, കണക്ഷൻ ഫ്ലൈറ്റ് ആണല്ലോ, അപ്പം ഒബ്വിയസ്ലി കുറേ നേരമുണ്ട്. പിള്ളേരോട് പ്ലേ ഏരിയയിൽ കളിക്കുവാണ്, ചെയ്യാനൊന്നുമില്ല. ബാഗേജൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. ചെറിയൊരു സ്നാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഞാൻ ഓർത്തു. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഞാൻ പോയത് എൻ്റെ ഫ്രണ്ട്, ഇപ്പം ഞാൻ കാണാൻ പോകുന്ന എൻ്റെ ഫ്രണ്ട് ഷിമയുടെ കൂടെയാണ്. ഷിമ ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ്. അങ്ങനെയാണ് അവൾ എൻ്റെ ഫ്രണ്ടായത്. ഈ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നവൻ, ആൽവിൻ്റെ ഫ്രണ്ട്, ഞങ്ങളുടെ ക്ലാസ്മേറ്റും കൂടിയാണ്. അവൻ പള്ളുരുത്തിക്കാരനാണ്. ഷിമ അവൻ്റെ മുറപ്പെണ്ണ്, വൈഫ് എല്ലാമാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അവളുടെ കൂടെയാണെന്ന് പറയാൻ കാര്യം, കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് പോകാം, എങ്ങോടെങ്കിലും റീലൊക്കേറ്റ് ചെയ്യാമെന്നിങ്ങനെ ഞങ്ങളിങ്ങനെ തമ്മിൽ ആലോചിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളതും ഐക്യമുള്ളതും എന്ത് പ്ലാൻ ചെയ്താലും 110% ആക്യുറസിയോടുകൂടി നടത്തുന്നതും അതെല്ലാം ഇവളാണ്. അവൾക്കുള്ളതിൻ്റെ 100% കഴിവ് പോലും ഞങ്ങൾക്ക് ആർക്കുമില്ല. ആർക്കുമില്ല എന്ന് വെച്ചാൽ എനിക്കും അനിലിനുമില്ല, ഉറപ്പായിട്ടില്ല. ആൽവിനുണ്ട്, പക്ഷെ എന്നാലും അവളുടെ അത്രയും പെർഫെക്റ്റ് അല്ല. അപ്പം ഞാൻ ഈ ലൈവ് വന്നത്, ഞാൻ ഈ കാണാൻ പോകുന്ന ആൾക്കാർ ഞാൻ കാണാൻ ചെല്ലുമ്പോൾ ഇനി ഒബ്വിയസ്ലി അവരെയും കൂടി ചേർത്ത് അവരെ വെച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അവറ്റകളെ ലൈവിൽ വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ മോസ്റ്റ്ലി ഇപ്പോൾ ലൈവ് ചെയ്യാൻ കാര്യം, ഈ ട്രാവലിങ്ങിൻ്റെ ഇടയ്ക്ക് എനിക്ക് എഡിറ്റ് ചെയ്യൽ, വോയിസ് ഓവർ കൊടുക്കലൊന്നും നടപടിയാവുന്ന കാര്യമില്ല. ലൈവ് ഇസ് വേ മോർ കൺവീനിയൻറ്റ് ആസ് എ ബിഗിനർ. അപ്പം ഞാൻ കാണാൻ പോകുന്ന ആൾക്കാർ എനിക്കെന്താണെന്ന് എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞ പോലെ ഫസ്റ്റ് ഭാഗ്യാന്വേഷിതകളായിട്ട് നമ്മൾ ദുബായിൽ പോവാം, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ കൺട്രീസ് നമ്മുടെ കൺസിഡറേഷനിലുണ്ടായിരുന്നു. അപ്പം അതിലെല്ലാത്തിനും എന്താ പറയുന്നത്, അവിടെ പോയാൽ എങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ, അതായത് നാട്ടിലത്തെ ജോലി വിട്ടിട്ടാണല്ലോ ഒബ്വിയസ്ലി നമ്മൾ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പം UAE ആണെങ്കിൽ ഞാനും അവളും ജോലി വിട്ടാലും ഞങ്ങളുടെ ബെറ്റർ ഹൗസിന് അവർക്കുള്ള ആ ഒരു വരുമാനം കൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും, ഞങ്ങൾക്കൊരു ജോലിയാണ് വരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നും തട്ടുകേടില്ലാതെ നാട്ടിലത്തെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ഭാര്യമാർ കയറി വരാമെന്നൊരു തീരുമാനത്തിൽ ഞങ്ങളെത്തിയത്. സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്തതും അവളാണ്. കാരണം UAEക്ക് വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ അന്ന് 3 months വിസ ഉണ്ട്. അപ്പോൾ 3 months വിസ എടുത്താലും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒത്തില്ലെങ്കിലും ഒരു 3 months കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 3 months വിസയ്ക്കാണെങ്കിൽ പോലും അക്കോമഡേഷനോ വേറെ കാര്യങ്ങൾ എത്ര രൂപയാകും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയപ്പം നമുക്ക് കുറച്ചുകൂടി അഫോർഡബിളായിട്ട് തോന്നിയൊരു റീജിയൻ UAE ആയിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ ഭാഗ്യപരീക്ഷണത്തിനുള്ള സ്ഥലം UAE ആണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് UAEക്ക് കയറി വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഈ പറയുന്ന ബെസ്റ്റി, അവനിവൾക്ക് ഇങ്ങനെ ഒരു മുറപ്പുണ്ടെന്നും അവനും അവളും തമ്മിൽ പ്രേമത്തിലാണെന്നും ഞാൻ അവൻ കല്യാണത്തിന് വിളിച്ചപ്പോഴാണ് അറിയുന്നത്. ഓക്കെ, അത് വേറൊരു സ്റ്റോറി. അത് ഞാൻ അവരോടും കൂടി ചോദിച്ചിട്ട് അവരൊക്കെ ആണെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് പറയും. ഇറ്റ് വിൽ ബി സോ ഫൺ. അത് അവരുടെ കുറച്ച് പേഴ്സണൽ ഇൻഫർമേഷനുള്ള കാര്യമായതുകൊണ്ട് ഞാനത് ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പരിചയപ്പെടുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണം കഴിച്ച് ഉറപ്പുണ്ടാണ് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറിയത്. ഇപ്പം അവൾ ബാംഗ്ലൂർ സെറ്റിൽ ഇൻ ദ സെൻസ് UAEയിൽ അവൾ ഞാനും വന്നു. അൺഫോർച്ചുനേറ്റ്ലി അവൾ വന്നതിൻ്റെ നമ്മൾ പെൺമക്കൾ ദൂരേക്ക് ഇങ്ങനെ മാറിപ്പോകുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ കുറച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുമല്ലോ. അതിൻ്റെ മൂത്ത കുരിപ്പ് വന്നതിൻ്റെ ഇടയിൽ
ഇല്ല, അമ്മ ഇവിടെ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നോക്കി മാറി നിന്നതാ. Can you give me 5 minutes? No. I'm talking to my friends. This is not your friends. This is your video. I'm going live actually. If you can give me 5 minutes, I'll come back. Okay. Thank you. But wait. Can you put me here first? No. Please. Please. മുഴുമിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആളുകളെത്തി, എൻ്റെ ഉടമസ്ഥരെത്തി എന്നെ അന്വേഷിച്ചു. അപ്പം അവള് ഞാനും വന്ന സമയത്ത് എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയത്, വന്ന് നിർത്തി കഴിഞ്ഞിട്ട് അവളുടെ അമ്മയ്ക്ക് ഒരു ഡയഗ്നോസിസ് വന്നു, മെഡിക്കൽ കണ്ടീഷൻ. അപ്പോൾ അവള് 1 month പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കയറിപ്പോയേക്കുന്നത് ആ കൂട്ടത്തിൽ, ഞാൻ ഒബ്വിയസ്ലി പറഞ്ഞല്ലോ, ഇവളുടെ കൂടെ കയറിപ്പോയത് കൊണ്ടും ഇവൾ ഇത്രയും കേപ്പബിൾ ആയതുകൊണ്ടും ഞാനിപ്പോൾ എത്ര സ്മാർട്ടാണെന്ന് പറഞ്ഞാലും ഞാൻ ആൽവിൻ്റെ കൂടെ പോകുമ്പോഴുള്ള എൻ്റെ ഒരു എന്താ പറയുന്ന പീസ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ, അതായത് എനിക്ക് ഒന്നും നോക്കണ്ട, പിന്നെ പൈസയുടെ കാര്യം നോക്കണ്ട, അവിടുത്തെ പേ ചെയ്യുന്ന നോക്കണ്ട, വേറെ എന്തെങ്കിലും ടെക്നിക്കൽ കാര്യങ്ങൾ, ഡിവൈസുകളെ പറ്റിയിട്ട് അല്ലാത്ത ഇൻഫർമേഷൻ. എനിക്ക് ആൽവിനൊരു എൻസൈക്ലോപീഡിയ ആണ് ഇവളെനിക്ക് അതുപോലെ ഒരു ഫ്രണ്ടാണ് ഷിമ. അവള് എൻജിനീയറിങ് ഭയങ്കര 97 എന്തോ നല്ല മാർക്കോടുകൂടി പാസ്സായത് എൻജിനീയറിങ്. അപ്പം അതാണ് അവളുടെ IQ ലെവൽ. അവള് ആ ഫീൽഡ് തന്നെയാണ് അവളിപ്പോൾ പെർസ്യൂ ചെയ്ത് സക്സസ്ഫുൾ ആയിരിക്കുന്നതും. അപ്പം ഇവളുടെ കൂടെ പോകുമ്പം ഞങ്ങളൊരു ലാപ്ടോപ്പാണ്, ജോലി അപ്ലൈ ചെയ്യാൻ രണ്ടുപേരും ഒരു റൂമിൽ ഞങ്ങൾ താമസിക്കുന്ന ഒരു ലാപ്ടോപ്പ് മതി. സിമ്മ് മാത്രം എന്തോ ഞങ്ങൾ ഒരെണ്ണം എന്ന് ഡിസൈഡ് ചെയ്തിട്ട് പിന്നെ ആൽവിയുടെ ഫ്രണ്ട് സദു എനിക്ക് സിമ്മും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ആ സിമ്മാണ് ഞാൻ കഴിഞ്ഞൊരു 8 വർഷം വരെ UAE അവൻ്റെ ഐഡിയിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്തത്. ഈ പറയുന്ന കഥാപാത്രത്തെ ഞാൻ നിങ്ങൾക്കൊരു അവസരത്തിൽ പരിചയപ്പെടുത്താം. എഗെയിൻ അവനോട് സമ്മതം ചോദിച്ചിട്ട്. നമ്മൾ യൂട്യൂബ് കമ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ഇഷ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെ ഷിമ ഞാനും കൂടി പോയി. അത് പോയി കഴിഞ്ഞിട്ട് അവൾ അൺഫോർച്ചുനേറ്റ്ലി നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ ക്ലൂലെസ്സായി. ഷിമ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ആൽവിനെ വിട്ടുപോയ സങ്കടം പോലും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കങ്ങനെ വേറെ ദൂരെയാണെന്ന് ഉണ്ടെങ്കിലും പരിചയമുള്ള ഒരാളും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഫീൽ ഹോമായിട്ട് തോന്നി. അവൾ ആ സമയത്ത് എന്നോട് അനിലിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നപ്പോൾ അവൾക്കുണ്ടായിട്ടുള്ള ഡിപ്പെൻഡൻസി ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവള് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പെട്ടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി അടിച്ചു. ആരുമില്ല, എനിക്കൊരു മെട്രോയിലൊക്കെ ഒറ്റയ്ക്ക് കയറാൻ പോകാൻ തന്നെ അറിയത്തില്ല. നേരത്തെ ഇവളാണ് ലാപ്ടോപ്പിൽ എല്ലാ വഴികളും ഗൂഗിൾ ചെയ്ത് നമുക്ക് എവിടെ 10 പൈസ ലാഭിക്കാം, നമുക്ക് എവിടെ നമുക്ക് ടാക്സി അവോയ്ഡ് ചെയ്യാം, എവിടെ നമുക്ക് മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം, നമ്മൾ ഏതൊക്കെ സൈറ്റിൽ എങ്ങനെയൊക്കെ നമ്മളുടെ CV അപ്ലോഡ് ചെയ്യാം, അത് ബൾക്കായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ രാവിലെ എണീറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്, ലിങ്ക്ഡിനിൽ വരുന്ന ഇത്, അങ്ങനെ കുറച്ച് ഈ AI വരുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ അവൾ ഓട്ടോമേറ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നതൊന്നും ദഹിച്ചിട്ടില്ല. പക്ഷെ അറിയാമല്ലോ, അവൾ കാലത്തിൻ്റെ ഒരുപടി മുന്നിലായിരുന്നു. എൻ്റെ വീഡിയോയ്ക്ക് ഇവിടെ കോറസ് വരുന്നു ബാക്കിൽ നിന്ന് എല്ലാത്തിനും ആന്ന് ദാ എൻ്റെ 2 പെൻഗ്വിൻ അല്ലേ. I told you, give me 5 minutes, I'll be back. 5 minutes. Please let me complete. No. Let us. ഞാൻ 1 സെക്കൻഡ് മ്യൂട്ട് പോവാണേ. ഒന്ന് ഇവിടെ ചോദിച്ചാലേ എന്തെങ്കിലും എനിക്ക് ഇത് തീർക്കാൻ പറ്റുള്ളൂ. പോയിട്ടുണ്ട് 2-ന് 5 മിനിറ്റ് ചോദിച്ച് 3 മിനിറ്റ് തന്നിട്ടുണ്ട്. തീർത്തേക്കാം. അപ്പം എൻ്റെ എല്ലാവർക്കും അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉള്ള എന്താ പറയുന്നത് വിഷയം നമ്പർ 1 ആണ് ഞങ്ങളുടെ ദുബായ് മൈഗ്രേഷൻ. അപ്പോൾ അതിൽ തന്നെ കീ ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഞാൻ നാളെ നാളെ അല്ല, ഞാൻ ഇന്ന് കാണാൻ പോകുന്ന ഷിമ ആൻഡ് അനിൽ. എൻ്റെ വ്ളോഗിൽ ഞാൻ എൻ്റെ പേഴ്സണൽ സ്പേസിൽ നിന്ന് ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നവർ. എന്തുകൊണ്ടും അത് ബൈ ചാൻസിൽ അവരായതാണ്. ഇതൊന്നും പ്ലാൻഡ് അല്ല. നാട്ടിലേക്ക് വരണമെന്നുണ്ടായി.
ഞാൻ ആക്ച്വലി ലീവ് അപ്ലൈ ചെയ്ത് മൺഡേ തുടങ്ങിയാണ്. കൊച്ചിക്ക് ടിക്കറ്റ് എടുക്കാനാണ് ഇരുന്നത്. പിന്നെ കണക്ഷൻ എടുത്താലും മുംബൈ വഴി കൊച്ചി പോകേണ്ട ഞാനാണ്. എന്തോ കറങ്ങി തിരിഞ്ഞ് റേറ്റിലുള്ള ഭയങ്കര വ്യത്യാസം കൊണ്ട് ബാംഗ്ലൂർ വഴി പോവാം. ബാംഗ്ലൂരിൽ നിന്ന് ബസ് എടുത്താലും ട്രെയിൻ എടുത്താലും ഒത്തിരി പൈസ ലാഭമുണ്ടെന്ന് പറഞ്ഞു. ബൈ ചാൻസിൽ ഞങ്ങൾ അവിടെ അനിലുണ്ടെന്ന് മീൻഷിമിയുടെ ഹസ്ബൻഡ്, എൻ്റെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് അവർക്ക്, ടോഫി. അപ്പോൾ എൻ്റെ മക്കൾക്ക് പട്ടിക്കുട്ടികളെയും പെറ്റ്സിനെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവർ ഭയങ്കര എക്സൈറ്റഡായി, ഭയങ്കര ഹൈ രണ്ടും. ഇപ്പം ഷിമേനെ അനിലിനെയും കാണാനല്ല, ഞങ്ങൾ ടോഫിയെ കാണാനാണ് പോകുന്നതെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ കൊച്ചിക്ക് ഇല്ല ഞങ്ങൾ ബാംഗ്ലൂർ പോവാണ്, ഞങ്ങൾ ടോഫിയെ കാണാൻ പോവാണെന്ന് പറഞ്ഞു. അതാണ് പിള്ളേരുടെ എക്സൈറ്റ്മെൻറ്റ് ലെവല്. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലെവല്, നമുക്ക് ചില ആൾക്കാർ നമ്മളുടെ ഹോം ആകാറുണ്ടെങ്കിൽ അതിൽ 2 പേരാണ് എനിക്ക്, ആൽവിക്കും അനിൽ ഷിമേൻ. അതായത് ചില ബന്ധങ്ങൾ നമുക്ക് ബ്ലഡിനേക്കാളും തിക്കാവെന്ന് പറയില്ലേ, അത് ഇൻ ടേംസ് ഓഫ് എവ്രിതിങ്. അവരുടെ കൂടെ ആണെങ്കിൽ കിട്ടുന്നൊരു പീസ് ഓഫ് മൈൻഡ് വേറെയാണ്. ഇതിപ്പം ഞങ്ങൾ 2 പേരും ഇപ്പം നിൽക്കുന്ന ഒരു സക്സസ്ഫുള്ളായെന്നോ, അങ്ങനെ സക്സസ്ഫുള്ളായെന്നല്ല ഞാൻ പറയുന്നത്, ഒരു എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തൊരു സമയത്ത് അല്ല. ഇതിലും ഞങ്ങൾ ആസ് എ കപ്പിൾ, ഞങ്ങൾ 2 കപ്പിളും ബ്രോക്കായിരുന്നപ്പോഴും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞങ്ങളിങ്ങനെ ബിൽഡ് ചെയ്ത സമയത്തെല്ലാം ത്രൂ തിക്ക് ആൻഡ് തിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ 2 ഫേവറേറ്റ് ആൾക്കാർ. അതായത് അവരുടെ കൂടെ കൂടുമ്പം എനിക്കെന്തോ ഞാൻ വീണ്ടും 20 കൊല്ലം പുറകിൽ പോയി ആ +2 +1 പഠിക്കുന്ന 15-16 വയസ്സുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ഞാൻ പല സദസ്സിലും പല പ്രായം അല്ലെങ്കിൽ പല ബിഹേവിയർ പുറത്ത് വരുന്ന, അത് മാനസിക രോഗമാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഒരാളാണ് ഞാൻ. ആൾക്കാർക്ക് അതുകൊണ്ട് എൻ്റെ ക്യാരക്ടർ കോൺട്രഡിക്റ്റ് ആകാം, ഐ കാൺ ഹെൽപ്പ് ഇറ്റ്. അപ്പം ഇതുപോലെ എൻ്റെ ഒരു ടീനേജ് സെൽഫ് പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ എല്ലാ നോട്ട്നസും പുറത്ത് വരുന്നത് ഈ 2 ആൾക്കാരുടെ ചുറ്റിപ്പറ്റി ഞാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളിലായിരിക്കും. ഒരു വെക്കേഷന് പോലും വന്നാൽ, അവളിപ്പോൾ ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്തിട്ട് മിസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അനിലിനെങ്കിലും കണ്ടിട്ടുണ്ട്, വിളിക്കൽ ഓഫ് കോഴ്സ് വിളിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ ഞാനും ആൽവിനും ഞങ്ങളെല്ലാവരും കൂടി നമ്മളെ വൈറ്റിലിൽ നിന്നുള്ള ഓവർനൈറ്റ് സ്ലീപ്പർ ബസ്സുകളുണ്ടല്ലോ, അതിൽ കയറിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ യാത്ര നടത്തി. പക്ഷേ എനിക്കെപ്പോഴും ഞാൻ വർക്ക് ഫ്രം ഹോമിൻ്റെ ഇടയിൽ നിന്ന് നടത്തിയതുകൊണ്ട് മറ്റേ ബാലാമണിയുടെ അമ്മാമ്മ പറയുന്ന പോലെ ആ പോക്ക് അങ്ങോട്ട് വൃത്തിയായില്ല. ഓ മാഡം, യെസ്, എൻ്റെ ജീവനുള്ള ക്ലോക്ക് വന്ന് എന്നോട് 3 minutes ആയെന്ന് പറയുന്നു. അപ്പോൾ കഥ ഇത്രേ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര, എൻ്റെ UAE ജീവിതം. അമ്മക്ക് അറിയുന്നല്ലടാ, അമ്മ ഇസ് ഇമോഷണൽ. യു ഫീൽ ലൈക്ക് ഐ എം ക്രൈയിങ്? No, I'm not. No, I'm not. അപ്പം ഇതെല്ലാത്തിനും കാരണമായ, ഇതെല്ലാത്തിലും എൻ്റെ കൂടെയുള്ള 2 ആൾക്കാർ, 2 തങ്കപ്പെട്ട ആൾക്കാർ ഞാൻ കാണാൻ പോവാൻ. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എൻ്റെ ഫ്രണ്ട്സ് അവർ വീഡിയോയിൽ വരുമെന്ന് അറിയില്ല, അവരറിയാതെ ഒളിച്ചും പാത്തെങ്കിലും 3-4 ഫോട്ടോ എടുത്ത് ക്രിഞ്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞാനൊരു കുട്ടി വീഡിയോ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ബൈ.